ഏവർക്കും ജിഷ ലേണിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ഒരു ചിത്രം എന്ന ഭാഗത്തെ ക്വസ്റ്റ്യൻ ആൻസറാണ് നോക്കാം. ആദ്യം നമുക്ക് ആശയം നോക്കാം. ഗോകുലത്തിൽ യശോദയുടെ മകനായി വളരുന്ന ശ്രീകൃഷ്ണൻ്റെ കുട്ടിക്കാലമാണ് ഈ കവിതയിലുള്ളത്. രാവിലെ പശുവിനെ കറക്കുന്ന അമ്മയുടെ അരികിൽ ഒരു ചെറിയ പാൽപാത്രവുമായി അമ്മയുടെ ശരീരത്തിൻ്റെ വലതുവശം ചാരി നിൽക്കുന്ന ഒരു കുഞ്ഞിനെ കവി നമുക്ക് കാണിച്ചു തരുന്നു. മാതാവ് അപ്പോൾ പശുവിനെ കറക്കുന്നത് നിർത്തി മണിവളകൾ അണിഞ്ഞ വലതു കൈയാൽ കുഞ്ഞിനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് നിർവൃതി കൊള്ളുന്നു. അഴകുള്ള പാത്രത്തിൽ അമ്മ ചൂടുപാൽ പകർന്നു നൽകിയപ്പോൾ തൊണ്ടിപ്പഴം പോലുള്ള ആ ചെഞ്ചുണ്ടിൽ പാലിൻ്റെ വെണ്മയെ തോൽപ്പിക്കുന്ന മനോഹരമായ പുഞ്ചിരി വിടർന്നു. താമരയിതൾ പോലെ നീണ്ട ആ കണ്ണുകളിൽ സ്നേഹവും സന്തോഷവും നമുക്ക് കാണാം. എത്ര സുന്ദരമാണ് കണ്ണൻ്റെ ആ ഓമന മുഖം! ആ സൗന്ദര്യത്തിൽ വർണ്ണിക്കാൻ കവിക്ക് പോലും വാക്കുകൾ കിട്ടുന്നില്ല. അമ്മയ്ക്ക് മാത്രമല്ല, ആർക്കും കണ്ണനെ എടുത്ത് ഉമ്മ വെച്ച് ഓമനിച്ച് ഉമ്മ വയ്ക്കാൻ തോന്നും. അടുത്തതായി കണ്ണൻ്റെ പൂമൈ വർണ്ണിക്കുകയാണ് കവി. പൂ പോലുള്ള കണ്ണൻ്റെ ശരീരം ഒന്ന് പുണരാൻ കഴിഞ്ഞവർ പുണ്യം ചെയ്തവരാണ്. ആ സൗന്ദര്യമാകുന്ന പാൽ കടഞ്ഞെടുത്ത തൂവെണ്ണയോ ഉണ്ണിക്കണ്ണൻ്റെ പൂമൈ എന്ന് കവി ആശ്ചര്യപ്പെടുന്നു. ഓക്കെ, ഇനി ഈ കവിത എഴുതിയത് വെള്ളത്തോൾ നാരായണമേനോനാണ്. നമുക്ക് നോക്കാം. കേരളത്തിലെ മഹാകവിയും കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനുമാണ് വള്ളത്തോൾ നാരായണമേനോൻ. ആധുനിക മലയാള കവിത്രയത്തിൽ ഒരാളായിരുന്നു അദ്ദേഹം. കേരള വാത്മീകി എന്നും കേരള ടാഗോർ എന്നും വെള്ളത്തോൾ അറിയപ്പെട്ടു. 1878 ഒക്ടോബർ 16 മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ജനിച്ചു. 1908 ഒരു രോഗബാധയെ തുടർന്ന് ബധിരനായി. ഇതേ തുടർന്നാണ് ബധിരവിലാപം എന്ന കവിത ഇദ്ദേഹം രചിച്ചത്. എൻ്റെ ഗുരുനാഥൻ, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, ഇന്ത്യയുടെ കരച്ചിൽ, ഗണപതി, കൊച്ചുസീത, അച്ഛനും മകളും, കാവ്യാമൃതം, ചിത്രയോഗം തുടങ്ങി പ്രധാന കൃതികളാണ്. കവിതിലകൻ തുടങ്ങി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. 1958 മാർച്ച് 13 79 വയസ്സിൽ അന്തരിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. എന്താണ് വായിക്കാൻ പറയാം. നീ ഇതു കാണുക. കവി ആരെയാണ് ചൂണ്ടി കാണിച്ചു തരുന്നത്? എന്താണ് ചൂണ്ടി കാണിച്ചു തരുന്ന ആരെയാണ്? രാവിലെ പശുവിനെ കറക്കുന്ന അമ്മയുടെ അരികിൽ ഒരു ചെറിയ പാൽപാത്രവുമായി അമ്മയുടെ ശരീരത്തിൻ്റെ വലതുവശത്ത് ചാരി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ് കവി നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബാലൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി വിടരാൻ കാരണമെന്ത്? എന്താ? അഴകുള്ള പാത്രത്തിൽ അമ്മ ചൂടുപാൽ പകർന്നു നൽകിയപ്പോഴാണ് ബാലൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടരുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ കുഞ്ഞിനെ ആർക്കും ചെന്നുമ്മ വച്ചിടുവാൻ തോന്നുന്നത് എന്തുകൊണ്ടാവാം? താമര ഇതൾ പോലെ മനോഹരമായ കണ്ണൻ്റെ കണ്ണുകളിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നു. എത്ര സുന്ദരമാണ് കണ്ണൻ്റെ ആ ഓമനമുഖം! ആ സൗന്ദര്യം വർണ്ണിക്കുവാൻ കവിക്ക് പോലും വാക്കുകൾ കിട്ടുന്നില്ല. അമ്മയ്ക്ക് മാത്രമല്ല, ആർക്കും കണ്ണനെ എടുത്ത് ഉമ്മ വയ്ക്കുവാൻ തോന്നും. ഓക്കെ, ഉണ്ണിയുടെ കണ്ണുകളിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഏതാണ്? താമര ഇതൾ പോലെ നെടുതായി തൂമയെഴുതിയ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളും ഉണ്ണിതൻ നോമന വക്രമിതെത്ര രമ്യം. ഓക്കെ, ഇനി പദപരിചയം നോക്കാം. മെയ്, പൈക്കറ, വ്രാതം, പ്രീത, ചേലുട്ട, പാലഞ്ചും, തഞ്ചും, ഹർഷം, തഞ്ചുക, ഹർഷം, വക്ത്രം, ലാവണ്യം, ദിഗ്ധം എന്നീ പദങ്ങൾ വരുന്ന വരികൾ കണ്ടെത്തുക. ഈ പദങ്ങളുടെ അർത്ഥവും ഊഹിച്ച് പറയുക. നിഘണ്ടു നോക്കി ഉറപ്പുവരുത്തുക. ഓക്കെ, മെയ്യ് ശരീരം, പൈക്കറ പശുക്കറ, വ്രാതം കൂട്ടം, പ്രീത സന്തോഷവതി, ചേലുട്ട ഭംഗിയുള്ള, പാലഞ്ചും പാലുപോലും തോൽക്കുന്ന, തഞ്ചുക തങ്ങുക, ഹർഷം സന്തോഷം, ദിഗ്ധം പാൽ. ഓക്കെ, ഈ പദങ്ങൾ വരുന്ന വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മെയ്യിൽ വലംവശം ചാരി നിൽപ്പൂ, മാതാവോ പൈക്കറ നിർത്തി, മണിവള, വ്രാതമണിഞ്ഞ വലതുകയ്യാൽ പൈതലെ പുണർന്നണിയിച്ചു പുണർനിധി, പ്രീതയായി കേൾക്കുമയിർ കൊണ്ടിടുന്നു, ചേലുട്ട പാത്രത്തിൽ അമ്മ നറു ചൂടുപാല് പകർന്നു കൊടുത്തതിനാൽ ബാലൻ്റെ ചെഞ്ചൊടി വായ്മലരിൽ ചെറ്റു പാലഞ്ചം പുഞ്ചിരി തഞ്ചിടുന്നു, പ്രേമവും ഹർഷവും ഉൾക്കൊള്ളും ഉണ്ണിതൻ നോമന വക്ത്രമിതെത്ര രമ്യം. ഓക്കെ, ലാവണ്യദുക്തം കടഞ്ഞെടുത്തിടിന തൂവണ്ണയോ ഇത് തമ്പുരാനെ. ഓക്കെ, അക്ഷരങ്ങൾ, വരികൾ. ചേലുട്ട പാത്രത്തിൽ അമ്മ നറുചൂടു പാലും പകർന്നു കൊടുത്തതിനാൽ ബാലൻ്റെ ചെഞ്ചൊടി വായ്മലർ ചേലുറ്റും പാലഞ്ചും പുഞ്ചിരി തഞ്ചിടുന്നു. ഈ വരികളിൽ രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ച് വരുന്നത് കാണാം. രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ച് വരുന്ന മറ്റു വരികൾ കണ്ടെത്തി ചൊല്ലുക. എന്താണ്? കേവല ഭാഗ്യമാ
പൊഴുതു രണ്ടുരുള്ളോരു പൂവൽമെയ് പുണർന്നോൻ പുണ്യമാന്മാർ ലാവണ്യദുക്തം കടഞ്ഞെടുത്തിയിടന തൂവണ്ണയോ ഇതു തമ്പുരാനോ. ഓക്കെ, ഇനി പ്രയോഗ ഭംഗി കണ്ടെത്താം. എന്താണ്? കുഞ്ഞിൻ്റെ പുഞ്ചിരിയെ പാലഞ്ചും പുഞ്ചിരി എന്നാണ് കവി വിശേഷിപ്പിച്ചിരിക്കുന്നത്. പുഞ്ചിരിയുടെ എന്ത് പ്രത്യേകതയാണ് ഈ പ്രയോഗത്തിലൂടെ വെളിപ്പെടുത്തുന്നത്? കണ്ണൻ്റെ കയ്യിലെ പാത്രത്തിലേക്ക് അമ്മ നറു ചൂടുപാൽ പകർന്നു കൊടുത്തപ്പോഴാണ് കണ്ണൻ്റെ ചുണ്ടിൽ പാലിനേക്കാൾ വെണ്മയുള്ള പുഞ്ചിരി വിടരുന്നത്. കണ്ണൻ്റെ ഓമനത്തം തുളുമ്പുന്ന മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയുടെ വെണ്മ പാലിനേക്കാൾ മീതെയെന്ന് കവി സങ്കല്പിച്ചിരിക്കുന്നു. കണ്ണൻ്റെ പുഞ്ചിരിയുടെ മനോഹാരിതയാണ് ഈ പ്രയോഗത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി വിശകലനം ചെയ്യാം. ഉണ്ണിയുടെ കണ്ണുകളെ താമരത്താർ ഇതൾ പോലെ എന്ന് വിശേഷിപ്പിച്ചതിൻ്റെ ഔചിത്യമെന്ത്? താമര വിരിഞ്ഞു നിൽക്കുന്നത് പൊയ്കയിലാണ്. പൊയ്കയുടെ നിറവും കണ്ണൻ്റെ കറുപ്പും കലർന്ന നീല നിറവും തമ്മിൽ സമാനതയുണ്ട്. താമര ഇതളിൻ്റെ ആകൃതിയിൽ നീണ്ടു മനോഹരമായ കണ്ണുകളാണ് കണ്ണനുള്ളത്. അതിനാൽ ഉണ്ണിക്കണ്ണൻ്റെ കണ്ണുകളുടെ സൗന്ദര്യം വ്യക്തമാക്കാനാണ് താമര ഇതൾ പോലെ എന്ന് കവി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, പാലും വെണ്ണയും കണ്ണന് പ്രിയപ്പെട്ടതാണ്. ഇവയെ കണ്ണൻ്റെ സൗന്ദര്യവുമായി കവി എങ്ങനെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്? എന്താ? തൈര് കടഞ്ഞാണ് വെണ്ണയെടുക്കുന്നത്. പാലിൻ്റെ സത്ത് മുഴുവൻ വെണ്ണയിൽ അടങ്ങിയിരിക്കുന്നു. അതുപോലെ ലാവണ്യമാകുന്ന പാൽ കടഞ്ഞെടുത്താണ് കണ്ണൻ്റെ ശരീരം. അതിനാൽ സൗന്ദര്യത്തിൻ്റെ പ്രധാന ഘടകങ്ങളെല്ലാം ഇതിൽ ഒത്തുചേർന്നിരിക്കുന്നു. കണ്ണന് ഏറ്റവും ഇഷ്ടമുള്ള പാലിനോടും വെണ്ണയോടും കണ്ണൻ്റെ സൗന്ദര്യത്തെ താരതമ്യപ്പെടുത്തുകയാണ് കവി. ഓക്കെ, ഈണത്തിൽ ചൊല്ലാം. ഉചിതമായി ഈണം കണ്ടെത്തി കവിത സംഘമായി ആലപിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ ചെയ്യാം, വർണ്ണിക്കാം. എന്നാൽ കവിതയിലെ രംഗം സ്വന്തം ഭാഷയിൽ വർണ്ണിച്ചെഴുതുക. ഓക്കെ, ഒരു ദിവസം രാവിലെ പശുവിനെ കറന്നുകൊണ്ടിരിക്കുന്ന യശോദയുടെ അടുത്തേക്ക് കണ്ണൻ ചെറിയ പാത്രവുമായി ചെന്നു. അമ്മയുടെ അരികിൽ ചെന്ന് വലതുവശം ചേർന്ന് നിന്ന് അമ്മ പശുവിനെ കറക്കുന്നത് നിർത്തി വാത്സല്യത്തോടെ കണ്ണനെ ഓമന മുഖത്ത് ഒരു ഉമ്മ നൽകി. കണ്ണൻ്റെ കയ്യിലെ പാത്രത്തിലേക്ക് നറു ചൂടുപാൽ പകർന്നു നൽകി. പാല് കിട്ടിയപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ ചുണ്ടിൽ പാലിനേക്കാൾ വെണ്മയുള്ള ചിരി വിടർന്നു. കണ്ണൻ്റെ കണ്ണുകളിൽ താമര ഇതൾ പോലെ ഭംഗിയുള്ളതായിരുന്നു. ആ സുന്ദരമായ മുഖം കണ്ടാൽ അമ്മയ്ക്ക് മാത്രമല്ല മറ്റാർക്കും അവനെ വാരിയെടുത്ത് ഓമനിക്കാൻ തോന്നും. നല്ല ഭംഗിയുള്ള കണ്ണൻ്റെ മൃദുലമായ മേനി പുണരുന്നവർ പുണ്യം ചെയ്തവരാണ്. ലാവണ്യമാകുന്ന പാൽ കടഞ്ഞെടുത്ത വെണ്ണയാണോ ഉണ്ണിക്കണ്ണൻ എന്ന് കവി സംശയിക്കുകയാണ്. ഇനി കഥ പറയാം. ബാലകരൂപനാം നിന്നുടെ അത്ഭുത ലീലകൾ കൊണ്ടു പറഞ്ഞാലേറ്റം. ഒരു ചിത്രം എന്ന കവിതയുടെ മറ്റൊരു ഭാഗത്ത് കവി ഇങ്ങനെ അത്ഭുതപ്പെടുത്തുന്നു. കണ്ണൻ്റെ ബാലലീലകളെക്കുറിച്ചുള്ള കഥകൾ ശേഖരിച്ച് ക്ലാസ്സിൽ പറഞ്ഞ് അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഉരലിൽ കെട്ടിയിട്ട കണ്ണൻ ഒരു ദിവസം കാലത്ത് യശോദയുടെ തൈർ കടയുകയായിരുന്നു. അപ്പോൾ കണ്ണൻ പാലിനു വേണ്ടി അടുത്തേക്ക് വന്നു. അമ്മ എനിക്ക് പാല് തരാതിരിക്കുന്നത് എന്താണ് എന്ന മറന്നുപോയോ ഇങ്ങനെ ചോദിച്ച് കണ്ണൻ അമ്മയുടെ മടിയിൽ കയറിയിരിക്കുന്നു. യശോദ സന്തോഷപൂർവ്വം മകന് പാല് കൊടുത്തു. അതിനിടയിൽ അടുപ്പത്ത് വെച്ച പാൽ പതഞ്ഞു തൂവാറായി. അതിനാൽ അമ്മ മകനെ താഴെ വെച്ച് വേഗം അകത്തേക്ക് പോയി. അത് മകന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൻ കോപിച്ച് അകലെ ഉണ്ടായിരുന്ന ഒരു അമ്മിക്കല്ലെടുത്ത് കലത്തിന്മേലേക്ക് ഒരേറ്. കലം നുറുങ്ങിപ്പോയി. തൈർ മുഴുവൻ നിലത്തേക്ക് പരന്നു. കൃഷ്ണൻ അതിൻ്റെ മീതെയുള്ള വെണ്ണയുമെടുത്ത് ഒരു കോണിൽ പോയിരുന്ന് തിളയ്ക്കുന്ന പാലിൽ തണുപ്പിച്ച ശേഷം അമ്മ വന്നു നോക്കുമ്പോൾ നല്ല കാഴ്ചയാണ് കണ്ടത്. ഈ പണി ചെയ്തു വെച്ചിട്ട് കണ്ണൻ എങ്ങോട്ട് പോയി? യശോദ മകനെ തിരഞ്ഞു നടന്നു. അതാ കണ്ണൻ ഒരു കോണിലുള്ള ഉരലിന്മേൽ ഇരുന്ന് വെണ്ണ തിന്നുകയാണ്. ഇടയ്ക്കിടെ കുറേശ്ശെ പൂച്ചകൾക്കും കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കോപിച്ച് ചൂരലുമായി അടുത്തു വന്ന അമ്മയെ കണ്ടത്. കണ്ണൻ ഉടനെ തന്നെ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. പിന്നാലെ അമ്മയും. കുറച്ചു ദൂരം ഓടിയപ്പോൾ കണ്ണൻ അമ്മയുടെ പിടിയിലായി. കോപമൂത്ത അമ്മ മകനെ അടിക്കുവാനൊങ്ങി. അപ്പോൾ അവൻ അച്ഛനെ വിളിച്ചു കരയാൻ തുടങ്ങി. അത് കണ്ട യശോദ വിചാരിച്ചു, ചെറിയ കുട്ടിയല്ലേ, തല്ലേണ്ട, പേടിപ്പിച്ചാൽ മതിയെന്ന്. അതിന് പിടിച്ചു കെട്ടുകയാണ് നല്ലത് എന്ന്. അമ്മ മകനെ അടുത്തുള്ള ഉരലിനോട് ചേർത്ത് ഒരു കയറ് കൊണ്ട് കെട്ടാൻ നോക്കി. എന്നാൽ കയറിന് അല്പമൊരു നീളക്കുറവ്. അതിനാൽ മറ്റൊന്നെടുത്ത് ഏച്ചു കെട്ടി. അപ്പോൾ അതും കെട്ടാൻ തികയുന്നില്ല. വീണ്ടും മറ്റൊന്ന് കൂടി കെട്ടി. എന്നിട്ടോ അതിന് നീളം മതിയാകുന്നില്ല. അങ്ങനെ വീണ്ടും വീണ്ടും കെട്ടി നോക്കി. പക്ഷെ നീളം തികയുന്നേയില്ല. ആ വീട്ടിലെ കയറെല്ലാം തീർന്നു. പിന്നീട് അടുത്ത വീടുകളിൽ നിന്ന് കൊണ്ടുവന്നു. അതിനെല്ലാം കെട്ടി നോക്കി. എന്നിട്ടും മതിയാകുന്നില്ല. ചുറ്റുമുള്ളവരെല്ലാം ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയാണ്. യശോദയാകട്ടെ കൈകാൽ തളർന്നു, ശരീരം ക്ഷീണിച്ചു. ആകെ കൂടി അവർ വല്ലാതെ പരവശയായി തീർന്നു. അമ്മയുടെ ദീനത കണ്ട്
അപ്പോൾ കൃഷ്ണന് അലിവ് തോന്നി. എന്നാൽ കൊടുത്ത മകനെ യശോദ ഉരലിനോട് ചേർത്ത് കെട്ടി. കൃഷ്ണൻ പിന്നെ അവിടെ നിന്നില്ല. ഉരൽ വലിച്ച് നടക്കാൻ തുടങ്ങി. കുറേ ദൂരം ചെന്നപ്പോൾ ഇരട്ടയായി നിൽക്കുന്ന 2 നീർമരുതുകളെ മരങ്ങൾ കണ്ടു. അവ ശരിക്കുള്ള മരങ്ങളായിരുന്നില്ല. കുബേരൻ്റെ 2 പുത്രന്മാർ നാരദ മഹർഷിയുടെ ശാപത്താൽ അങ്ങനെ മരങ്ങളായി തീർന്നതാണെന്നാണ്. കൃഷ്ണൻ ഉരലും വലിച്ച് മരങ്ങളുടെ അടുത്തെത്തി. അതിനുശേഷം അവയുടെ ഇടയിൽ കൂടി ഉരൽ വലിച്ചു നടന്നു. അതിനാൽ ഉരൽ വിലങ്ങനെ വീണു. മുന്നോട്ട് പോകാൻ ഉരലിൽ ശക്തമായി വലിച്ചപ്പോൾ മരങ്ങൾ മറിഞ്ഞു വീണു. അവയുടെ സ്ഥാനത്ത് തേജസ്വികളായ 2 ദേവന്മാർ പ്രത്യക്ഷരായി. അതോടുകൂടി അവർക്ക് ശാപമോക്ഷം ലഭിച്ചു. സന്തുഷ്ടരായ ദേവന്മാർ കൃഷ്ണനെ സ്തുതിച്ച ശേഷം ദേവലോകത്തേക്ക് മടങ്ങി. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നോക്കാം. ഇനി അടുത്ത് കാവ്യശകലങ്ങൾ. മഹാകവി വെള്ളത്തോളിൻ്റെ പ്രസിദ്ധമായ വരികൾ ശേഖരിക്കാം. ചാർട്ടിൽ ആകർഷകമായി എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം. എന്താണ്? എന്നുടെ ഭാഷതൻ തറവാട്ടമ്മയാം ഭാഷ വിരുന്നുകാരി, അന്യമാം ഭാഷ വിരുന്നുകാരി, തറവാട്ടമ്മ. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വാരുണ്യെ, വന്ദിപ്പിൻ വരതയെ, മാതൃവന്ദനം. ഓക്കെ, അങ്ങനെ നോക്കാം. ഇനി ആസ്വാദനക്കുറിപ്പ് എഴുതുക. എന്താണ്? ഒരു ജീവിതം സന്ദർഭം മനോഹരമായ വാഗ്മേയ ചിത്രമായി അവതരിപ്പിച്ചിരിക്കുകയാണ് വള്ളത്തോൾ. ഗോകുലത്തിൽ യശോദയുടെ മകനായി വളരുന്ന കൃഷ്ണൻ്റെ കുട്ടിക്കാലമാണ് കവിതയിലുള്ളത്. പ്രഭാതത്തിൽ പശുവിനെ കറക്കുന്ന അമ്മയുടെ അരികിലേക്ക് പാലിനു വേണ്ടി പാത്രവുമായി നറുപുഞ്ചിരിയോടെ കാത്തു നിൽക്കുകയാണ് കണ്ണൻ. കുഞ്ഞിൻ്റെ പുഞ്ചിരിയെ പാലിഞ്ചും പുഞ്ചിരിയായി കവി വിശേഷിപ്പിച്ചിരിക്കുന്നു. താമര ഇതൾ പോലെ നടുതായി തൂമണ്ണ എഴുതിയ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളുന്ന ഉണ്ണിതൻ ഓമന വക്രം ഇത് എത്ര രമ്യം. ഉണ്ണിയുടെ താമരത്താരിതൾ പോലെ നീണ്ടു മനോഹരമായ മിഴികളിൽ സ്നേഹവും ഹർഷവും നിറഞ്ഞു നിൽക്കുകയാണ്. കണ്ണൻ്റെ ലാവണ്യം വർണ്ണിക്കാൻ കവിക്ക് വാക്കുകളില്ല. ഓമനത്വം നിറഞ്ഞ കണ്ണനെ കണ്ടാൽ അമ്മയ്ക്ക് മാത്രമല്ല ആർക്കും അവനെ വാരിയെടുത്ത് ഉമ്മ വയ്ക്കാൻ തോന്നും. ലാവണ്യദുക്തം, പാൽ, പൂവൽ, മെയ് എന്നീ പ്രയോഗങ്ങളിലൂടെ കണ്ണൻ്റെ മേനിയെ സൗന്ദര്യം വർണ്ണിക്കുകയാണ് കവി. പാൽപാത്രമായി അമ്മയുടെ അരികിൽ നിൽക്കുന്ന കണ്ണൻ്റെ മനോഹര രൂപം ഒരു ചിത്രം എന്ന പോലെ വള്ളത്തോൾ വർണ്ണിക്കുകയാണ്. ഓക്കെ, ഈ പാഠത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.